ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ നമ്മുടെ കൃഷ്ണമോളും അതുപോലെ അലീനയും കൂടെ സംസാരിക്കുക. അപ്പോൾ ചേച്ചി പോയി കഴിയുമ്പോൾ അച്ഛൻ്റെ കൺട്രോൾ പതുക്കെ നഷ്ടപ്പെട്ട് പോകുമെന്നുള്ള കാര്യം കൊച്ചിങ്ങനെ അലീനയോട് പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മ ഇവിടെ വന്ന് അഹങ്കാരം കാണിക്കത്തില്ല. ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയപ്പോൾ പറയേണ്ടതുപോലെ പറഞ്ഞിട്ടാ പോകുന്നതെന്ന് പറയുമ്പം അമ്മയോടോ എന്ത്? പക്ഷെ അതുകൊണ്ടൊന്നും അമ്മ പഠിച്ചിട്ടില്ലെന്ന് അലീന അറിയുന്നില്ലല്ലോ. അപ്പം അമ്മയെ കാണാനാണ് ഞാൻ പോയതെന്ന് പറയുമ്പോൾ ചേച്ചി എന്നാന്നാ പറഞ്ഞേന്ന് ചോദിച്ചു കൃഷ്ണ. എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ആഗ്രയിൽ ജീവിച്ച ജീവിതം പിന്നെ ഞാൻ ആരാണെന്ന് മാത്രം പറഞ്ഞില്ല എന്ന് കൃഷ്ണയോട് പറയുക അലീന. അമ്മയ്ക്കൊരു പേടി തട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പം അതുകൊണ്ട് അമ്മയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ ചേച്ചി? മാറ്റം വരണം. മാറാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവനവൻ്റെ നിലനിൽപ്പിന് തന്നെയാണ് ദോഷമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അലീന ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം. ഇതൊക്കെ കേട്ട് കൃഷ്ണ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. നീ ഒരുപാട് ആലോചിച്ചൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല മോളെ. അതിനുള്ള വഴി വരും. ആ വഴിയിലൂടെ അങ്ങ് പോയാൽ മതി. വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. എന്നെക്കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറ്റത്തുള്ളൂ എന്നും അലീന പറയുക. അപ്പോൾ ചേച്ചി പറയുന്നതൊക്കെ 100% ശരിയാ. പക്ഷേ കിടക്കാൻ നോക്ക്, നമുക്ക് സംസാരിച്ചുകൊണ്ട് ഉറങ്ങാമെന്ന് അലീന പറയുന്നു. പിന്നെ രണ്ടുപേരും കൂടെ കിടന്നു. അങ്ങനെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇതുപോലെ ഇരുട്ടാ, ഒട്ടും വെളിച്ചമില്ലാതെ എന്ന് കൃഷ്ണ പറയുമ്പോൾ അലീന ഇങ്ങനെ അനിയത്തിക്കുട്ടിയെ ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ കിടക്കുവാണ്. ആ സമയത്ത് കൃഷ്ണയ്ക്ക് ഭയങ്കര കരച്ചിലൊക്കെ വരുന്നു. അലീനയാണെങ്കിൽ അത് മനസ്സിൻ്റെയൊക്കെ സങ്കടം കൊണ്ട് തോന്നുന്നതാണെന്ന് കൃഷ്ണയോട് പറഞ്ഞു കൊടുക്കുക. എന്നുള്ളതൊന്നും കാര്യമാക്കണ്ടെന്ന്. നമ്മളെല്ലാവരും പിരിഞ്ഞു പോകേണ്ടവരല്ലേന്ന് ചോദിച്ചു. ഓരോരോ ദിക്കിലോട്ട് പോകേണ്ടവരല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും പോകുമെന്നൊക്കെ അലീന പറയുമ്പം എനിക്ക് ചേച്ചിയുടെ കൂടെ വന്നാൽ മതിയായിരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകുമോ എന്ന് കൃഷ്ണ ചോദിക്കണം. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് കരച്ചിൽ വരികയാണ്. പറ്റത്തില്ലല്ലേ എന്ന് കൃഷ്ണ അലീനയോട് ചോദിക്കണു. അപ്പോൾ വിഷമിക്കാതെ മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ശരീരമല്ലേ അകന്നു പോകുന്നുള്ളൂ, മനസ്സ് എങ്ങോട്ടും പോകുന്നില്ലല്ലോ എന്ന് അലീന ഇങ്ങനെ പറയുവാണ്. മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും അടുത്ത് തന്നെയല്ലേ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുക അനിയത്തിയോട്. സങ്കടപ്പെടരുത്, ധൈര്യമായിട്ടിരിക്കുക, ഇതൊക്കെ പറഞ്ഞ് അലീന അനിയത്തിക്കുട്ടിയെ സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരിക. നമ്മളെല്ലാവരും ചിലപ്പോൾ ഒന്നിക്കുമായിരിക്കുമല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമായിരിക്കുമല്ലേ, ഒരു ദിവസം നമ്മളെല്ലാവരും ഒന്നാകുമായിരിക്കുമല്ലേ. അങ്ങനെയൊക്കെ അലീന ഇങ്ങനെ കൃഷ്ണയോട് പറയാം. അങ്ങനെ രണ്ടുപേരും ഭയങ്കര കരച്ചിൽ, കരഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ വരുന്നു. അന്ന് അലീനയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനൊക്കെ സഹായിച്ചില്ലേ അദ്ദേഹം വണ്ടിയിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്കും അദ്ദേഹം ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഡോറ് ലോക്കായി കിടക്കുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചത്, വേറെ എങ്ങോട്ടും അല്ല വന്നത്, നമ്മുടെ ബാലേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അലീന ഡോറ് തുറന്നപ്പോൾ കാണുന്നത് ആ സാറിനെയാണ്. അപ്പോൾ സാറ് തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അലീന എന്നിട്ട് ആരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സാർ ഇങ്ങനെ തിരിഞ്ഞ് നിന്നു. അപ്പോൾ ആ സാറിനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് ഒരു പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അലീനയായിരുന്നോ? ആരും എഴുന്നേറ്റില്ലേ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ സാറ്, ഞാൻ ആനന്ദ്, ബാലചന്ദ്രൻ്റെ സഹോദരിയുടെ എനിക്ക് മനസ്സിലായി സാർ, സുനന്ദ ആൻറ്റിയുടെ ഭർത്താവ്. അത് തന്നെ. അപ്പോൾ ഈ ഗേറ്റിൽ നിന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ അയ്യോ ഞാൻ ഇപ്പം തുറക്കാം എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ അലീന തുറന്നു കൊടുത്തു. സാർ അകത്തേക്ക് കയറി വരുന്നു. ബാലേന്ദ്രൻ അച്ഛൻ എഴുന്നേറ്റിട്ടുണ്ടാവും, ഞാൻ വിളിക്കാം, സാർ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അലീന വിളിച്ചു. അപ്പോൾ അതേ നമ്മുടെ അലീന ആ സാറിനെയും വിളിച്ച് അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ വീടൊക്കെ മൊത്തത്തിലൊക്കെ നോക്കി. ഇവിടെ ആരും എഴുന്നേറ്റ ലക്ഷണം ഇല്ലല്ലോ. അന്നേരം ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമല്ലേ ഞാൻ? കൊള്ളാം, നല്ല മറുപടിയാണല്ലോ. ബാലചന്ദ്രൻ്റെ റൂം അതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, മുകളിലാണെന്ന് അലീന പറയാണ്. ഇവിടെ വന്നിട്ട് കുറേ നാളായല്ലേ? അപ്പോൾ വരാറില്ലെന്നേ ഉള്ളൂ, തിരക്കുകൊണ്ടാ. പക്ഷെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്നാണ് സാർ പറയാം. അപ്പം ഞാനൊരൊറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, അതിവിടെ വെച്ചിട്ടല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കണ്ടത്. അതാ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലാകാതിരുന്നേ. എന്നാൽ ഞാൻ മുകളിലോട്ട് ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ടെന്നേ, ഞാൻ കയറി ചെന്ന് കണ്ടോളാവന്നേ എന്നാ ചേട്ടൻ പറയുകയും ചെയ്തു. കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലെ 2ാമത്തെ റൂമാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ചായ കുടിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആരാ ചായ കുടിക്കാത്തതായിട്ടുള്ളേ എന്നാ സാറ് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം മുകളിലോട്ട് കയറിപ്പോയി. അലീന അടുക്കളയിലോട്ടും പോയി. അദ്ദേഹം ചെന്ന് വാതിൽ ലോക്ക് ചെയ്തു. ബാലൻ വന്ന് വാതിൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. ഇതെന്താടോ, ഇയാളെന്താടോ രാവിലെ യൂണിഫോമിലൊക്കെ? സർപ്രൈസ് ആണല്ലോടോ. താനീ വീടൊക്കെ അറിയോ? അപ്പം കളിയാക്കാതെ ബാലേന്ദ്ര, എൻ്റെ തിരക്കൊണ്ടല്ലേ ഞാൻ വരാത്തത്. അപ്പോൾ ട്രാഫിക് സ്റ്റേഷനിലെ പോലീസിൻ്റെ കാര്യം ബാലേന്ദ്രൻ അറിയാവുന്നതല്ലേ? അപ്പോൾ എപ്പോഴും ഡ്യൂട്ടിയാ, 24 മണിക്കൂറും.
ഉവ്വ ഉവ്വ. എന്തെങ്കിലും കാര്യമില്ലാതെ നീ വരില്ലെന്ന് എനിക്കറിയാം. കയറി വാ എന്ന് പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ഇരിക്കടോ. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ബെഡ്റൂം അപ്സ്റ്റെയറിലേക്ക് മാറ്റിയല്ലേ. ഞാൻ മുൻപ് വരുമ്പോൾ താഴെ ആയിരുന്നെന്നാ എൻ്റെ ഓർമ്മ. റൂം മാറിയതല്ല, ഞാൻ മാറിയതാണെന്ന് പറഞ്ഞു. താഴത്തെ ബെഡ്റൂം എപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാം, നല്ലൊരു തമാശയാണേ. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ഇത്രയും രാവിലെ ഗേറ്റും വാതിലൊക്കെ തുറന്നു തന്നത്? അലീന, ഞാൻ വിളിക്കുന്നതിന് മുന്നേ വന്ന് തുറന്നു എന്ന് അദ്ദേഹം പറയാം. അവൾക്ക് അങ്ങനെ ഒരു സിദ്ധി ഉണ്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുക. ഒരു 6th സെൻസ് അവൾക്കുണ്ടെന്ന് ബാലേട്ടൻ പറയുമ്പോൾ, അലീനയുടെ പ്രശ്നങ്ങളൊക്കെ ഇതുവരെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ അലീനയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ ഈസിയാ, വൈജയന്തിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതിലാണ് ഇങ്ങനെ തട്ടിയും തടഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഗോവർദ്ധൻ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, പിന്നെ സുനന്ദയും സുലോചനയും എല്ലാ ദിവസവും വിളിയും പറച്ചിലും ഒക്കെ ഉണ്ട്. താനെന്താണോ ഇങ്ങനെയായിപ്പോയത്? ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരുമാതിരി. ഒന്നുമില്ലെങ്കിൽ എൻ്റെ പെങ്ങളെ കിട്ടാനല്ലോടോ താൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബാലേന്ദ്ര, സമയം കിട്ടണ്ടേ? അപ്പം തനിക്ക് സമയം കിട്ടത്തില്ല. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ബാറിലാണല്ലോ ഓട്ടോ അല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അതെ, അങ്ങനൊന്നും ഇല്ലടോ. വല്ലപ്പോഴും ഒരു കമ്പനി കിട്ടി ഒത്തുകൂടുമെന്നുള്ളതല്ലാതെ കമ്പനി കിട്ടാൻ കേരളക്കരയിൽ എവിടെയാ പാട് എന്ന് ചോദിച്ചു ബാലേട്ടൻ അന്നേരം ഇങ്ങനെ ഇരിക്കുന്നു. ഈ കരളെന്ന് പറയുന്ന സാധനം പൂത്തരിച്ചു പോയാൽ പിന്നെ അത് പോയതാ കേട്ടോ. തിരിച്ചു കൊണ്ടുവരാനേ ഒട്ടും പറ്റത്തില്ല. മുറിച്ച് കളഞ്ഞിട്ട് വേറെ വെച്ച് പിടിപ്പിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഉണ്ടോ? കണ്ടു വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ പഴയതുപോലൊന്നും ഇല്ലടോ. ഇല്ലെങ്കിൽ തനിക്ക് കൊള്ളാമെന്ന് ബാലേട്ടൻ പറഞ്ഞു. ഞാൻ വന്നതേ എനിക്ക് ട്രാൻസ്ഫർ ആയ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്കാ? അത് പിന്നെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഉള്ളൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു. ഈ അഞ്ചൽ പുനലൂരിൻ്റെ അടുത്താണോ? അതെ, ഏതാണ്ട് ആ ഒരു ദിക്കിലാണെന്നാ തോന്നുന്നത്. കൊല്ലം ജില്ലയിലാണെന്ന് എനിക്കറിയാം. ഞാൻ ആ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണോ? അല്ലല്ലോ. ആണോ? അതെന്താ ബാലേന്ദ്ര അങ്ങനെ ഒരു ചോദ്യം? ഞാൻ അത്രയ്ക്കും എന്താടാ മോശക്കാരനാണോ? അതല്ല, ഈ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിന് നിൽക്കാത്തവരെ വിരോധം തീർക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാറുണ്ടല്ലോ. ഇതങ്ങനെയൊന്നും അല്ലെന്നേ. പ്രമോഷൻ ട്രാൻസ്ഫറാ, SI ആയിട്ട്. കൊള്ളാവല്ലോ, വെരി ഗുഡ് എന്നും പറഞ്ഞ് കൈ കൊടുത്തു. കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ പറയുമ്പോൾ ആ സന്തോഷം ഇവിടെ വന്ന് പങ്കുവച്ചിട്ട് പോകാനാണ് രാവിലെ തന്നെ എത്തിയത്. ഇന്ന് തന്നെ അഞ്ചൽ പോയി ചാർജ് എടുക്കണം. അപ്പോൾ നന്നായി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം സൂക്ഷിക്കണം. പ്രലോഭനങ്ങൾ ധാരാളം വരും, പ്രത്യേകിച്ച് SI പോസ്റ്റിൽ ഇരിക്കുമ്പോൾ. പക്ഷേ ലിവർ നമ്മുടേതാണെന്നുള്ളൊരു ഓർമ്മ വേണം കേട്ടോ. ഈ ലിവർ ഫ്രൈ അടിച്ചാലും ലിവറിന് തന്നെയാണ് കേടെന്ന് പറഞ്ഞപ്പം ഇനി ഞാനതെല്ലാം കുറയ്ക്കുകയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇവിടെ ആയിരുന്നപ്പോൾ കുറച്ചൊക്കെ സുനന്ദയുടെ കണ്ണുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ പിന്നെ അതും ഇല്ലല്ലോ. ചരട് പൊട്ടിയ പട്ടം പോലെ ആയി പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്ക് അലീന അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വരുന്നു. ആ സമയത്ത് ചായ വന്നല്ലോ എന്നും പറഞ്ഞ് ബാലേട്ടൻ. അപ്പോൾ അതേ 2 പേർക്കുള്ള ചായ കൊടുത്തു. അപ്പോൾ സാറിന് വേറെ എന്തെങ്കിലും കഴിക്കാൻ തരുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ സാറ് വിളി ബോറാ കേട്ടോ എന്ന് പറഞ്ഞു. അങ്കിളെന്നാ ഇവിടുത്തെ കുട്ടികൾ എന്നെ വിളിക്കുന്നത്. അപ്പം ഞാനും അങ്കിൾ അങ്ങനെ വിളിക്കാം. പരിചയക്കുറവ് കൊണ്ടാണെന്ന് അലീന പറയുമ്പം അലീന ഇവിടുത്തെ ജോലി മതിയാക്കി പോവുകയാണെന്ന കാര്യം പറഞ്ഞു കേട്ടോ. അതാരും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതാടോ. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ അലീന, കുളത്തൂർ പുഴ. എനിക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെന്നാണ് അച്ഛൻ പറഞ്ഞത്, അല്ലേ അച്ഛാ എന്ന് അലീന ചോദിക്കുമ്പം എന്താ സംശയം? അപ്പോൾ പിയൂൺ ഹെഡ് മാസ്റ്ററായി എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രൊമോഷൻ. അപ്പോൾ എന്താ പിന്നെ ഞാൻ താഴേക്കല്ലേ അച്ഛാ എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പം ഞാൻ പോയി കഴിയുമ്പോഴേ സുനന്ദയും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. ബാലേന്ദ്രനൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സ് കിട്ടത്തില്ല, നിനക്ക് അവരെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? ഇപ്പോൾ എക്സാം കഴിഞ്ഞ് നിൽക്കില്ല, അടുത്ത അക്കാഡമിക് ഇയർ ആകുമ്പോഴേക്കും സ്കൂളിലും കോളേജിലൊക്കെ ചേർക്കാമല്ലോ. അപ്പോൾ അതൊക്കെ അന്വേഷിക്കണം, അവിടെ ചെന്നിട്ടല്ലേ അതൊക്കെ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും പിള്ളേരുടെ TC വാങ്ങിച്ചു വെച്ചേക്ക്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ എപ്പോഴും കൂടെ ഉള്ളത് തന്നെയാണ് നല്ലത്, ഇല്ലെങ്കിൽ താൻ ശരിയാവത്തില്ല പറഞ്ഞ നമ്മുടെ ബാലേട്ടൻ. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ ഫോണൊക്കെ എടുത്തേക്ക് നോക്കുന്നു. തനിക്കൊരു പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ തന്നെ വെറും കൈയോടെ വിടുന്നത് എങ്ങനെയാ? അപ്പോൾ ഇതിരിക്കട്ടെ പോലീസുകാർ, ഞാൻ ഗോവർദ്ധനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേട്ടൻ ഫോണുമായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് രോഹിത് പുറത്തേക്ക് ഇറങ്ങി വന്നു. നോക്കുമ്പോൾ അലീന മുറ്റം തൂക്കുന്നു. അപ്പോൾ ഇതെന്നാ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ച് രോഹിത് അങ്ങോട്ടേക്ക് ചെന്നു. എന്നത്? ഇന്ന് ഇവിടുന്ന് പോകാനായിട്ട് നിൽക്കുകയല്ലേ, അപ്പം അതിനെന്താ? വലിയ ആള് കളിക്കാൻ നിൽക്കല്ലേ, രാവിലെ മുറ്റം തൂക്കാൻ ഇറങ്ങിക്കുന്നു. ഇവിടെ വേറെ പെൺപിള്ളേരൊന്നും ഇല്ലേ എന്ന് രോഹിത് അലീനയോട് ചോദിക്കാം. അപ്പം ഞാനും പെണ്ണല്ലേ, ഞാൻ തൂത്താൽ എന്താ കുഴപ്പം? ആൺകുട്ടികൾക്കും മുറ്റും അടിക്കാം, എന്നാൽ അതിന് തന്നെ അടിക്കാം.
ഹേ, ഞാൻ ചുമ്മാ പറയാതെ ചെറുക്കാ, ഇപ്പം ഞാൻ തന്നെ ചെയ്തോളാം, ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുക. രോഹിത്തെ, ഇന്നും കൂടെ അല്ലേ ഉള്ളൂ, എൻ്റെ വീട്, എൻ്റെ മുറ്റം, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ പോവല്ലേ? ഇതൊക്കെ തന്നെത്താൻ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളല്ലേ? ആരെങ്കിലും പറഞ്ഞോ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ? ഞാൻ ഈ ജോലി ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് വേണം എനിക്ക് പോകാനെന്ന് അലീന അന്നേരം പറഞ്ഞു. ഞാൻ ഇപ്പം ശരിയാക്കി തരാവേ എന്ന് പറഞ്ഞിട്ട് രോഹിത് അകത്തേക്ക് കയറി പോകുന്നു. അലീന മുറ്റം തൂത്തോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ബബിത റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ്. റൂമിൽ നിന്ന് ബബിത ഇറങ്ങി വന്നപ്പോഴത്തേക്കും കൃഷ്ണയെ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അലീന ചേച്ചി കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഇപ്പോഴും എഴുന്നേറ്റതെന്ന് ബബിത പറയാം. റൂമിലും ഇല്ല, കിച്ചണിലും ഇല്ല. അപ്പോൾ പോയോ, ആരോടും പറയാതെ പോവോ എന്നൊക്കെ ബബിത ചോദിക്കുക. അപ്പോഴത്തേക്ക് രോഹിത് അങ്ങോട്ടേക്ക് വന്നു. അലീന ചേച്ചിയെ കണ്ടോ എന്ന് ചോദിച്ചു. മുറ്റം തൂക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് പോകാനിരുന്ന ആളല്ലേ, അപ്പം ഞാൻ ചെന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ? അപ്പം അതെന്നെ ഒരു സൂക്കേടാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അങ്ങനെ ബബിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോള് രോഹിത്തിൻ്റെ അടുത്തേക്ക് നിന്നു. രാവിലെ ആരാ ഇവിടെ വന്നേ? അപ്പോൾ പോലീസോ? ആ ആനന്ദങ്ങളെന്നേ സുനന്ദ ആൻറ്റിയുടെ. അല്ല, എന്താ രാവിലെ തന്നെ? ഇങ്ങോട്ടൊന്നും വരാറുള്ള ആളെ അല്ലല്ലോ ഒന്ന് കൃഷ്ണ. അപ്പോൾ അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും കൃഷ്ണ ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞൊന്ന് നോക്കി. എന്തായിരിക്കും സംഗതി? അലീന ചേച്ചി പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരിക്കോ? പുള്ളിക്കാരൻ വേറൊരു ടൈപ്പല്ലേ, പുള്ളിക്ക് അതിനൊക്കെ വല്ല സമയമുണ്ടോ? അപ്പോഴത്തേക്ക് അലീന അവിടെ തൂത്തുവാരി മുക്കാലും തീർത്തു. അപ്പോൾ വേറെ പണിയൊന്നും കണ്ടില്ല നേരം വെളുത്തിട്ടെന്ന് ചോദിക്കുക ബബിത വന്ന്. രോഹിത് ഇളക്കി വിട്ടതല്ലേ നിന്നെ, ആ ചൂലിങ്ങാന്ന് ഞാൻ അടിച്ചോളാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ തീരും പെണ്ണേ, അങ്ങനെ തീർക്കണ്ട, അതിങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ബബിത തട്ടിപ്പറിച്ച് മേടിച്ചു. ഹേ ബബി, നേരം വെളുത്തില്ലേ, ഇനി സ്ഥലം വിടുകയല്ലേ എന്ന് ചോദിച്ചു. ഇവിടുത്തെ ഉദ്യോഗം തീർന്നു എന്ന് ബബിത. ഇനിയേ അലീന ചേച്ചിയുടെ സേവനം ഇവിടെ ആർക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പം മുറ്റം തൂക്കുന്നതിന് കുത്തുവാക്ക് പറയുന്നു. ആ ഞാൻ പറയും, ഇനിയേ അവിടെ ചെന്ന് മുറ്റം തൂത്താൽ മതി, ആ കുളത്തുപുഴയിൽ. അവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ മുറ്റമുണ്ടോ? ഇത് വല്ലതും അറിയാമോ നിനക്ക്? ഇല്ലെങ്കിൽ വേണ്ടാന്നീ, ഇവിടുത്തെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാമെന്നായി ബബിത. അതും പറഞ്ഞ് ബബിത മുറ്റം തൂക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് ബബിത ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്യുക. അലീന ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് രോഹിത്തും കൃഷ്ണയും കൂടെ അവിടെ അങ്ങനെ ഡൈനിങ് ഹാളിലിരിക്കുന്നു. ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വന്നു. മുറ്റടിച്ച് തീർന്നോന്ന് ചോദിച്ചു രോഹിത്ത്. നീ അല്ലേടാ അവളെ ഇളക്കി വിട്ടത്? ഞാൻ തന്നെയാ. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചീവി പിടിച്ചും പൊന്നൊക്കെ പറഞ്ഞേക്കാവെന്ന് പറഞ്ഞ അലീന അടുക്കളയിലോട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും കൃഷ്ണ അങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. എനിക്ക് അടുക്കളയിലും കയറാൻ വയ്യേ, നിരോധിച്ചോ എല്ലാമെന്ന് ചോദിച്ചു അലീന അടുക്കളയിലോട്ട് പോണു. അപ്പോഴത്തേക്കും ചെല്ലാൻ പറഞ്ഞ് രോഹിത്ത് കൃഷ്ണയെ തള്ളി വിടുക പിന്നാലെ. അങ്ങനെ അലീന അടുക്കളയിൽ ചെന്നു, കൃഷ്ണ പിന്നാലെ ചെല്ലുന്നു. ആനന്ദം അങ്കിള് പോലീസ് വന്നിട്ടുണ്ട്. എന്തിന്? ട്രാൻസ്ഫർ ആണെന്ന് പറയാനാ. എങ്ങോട്ട്? അത് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞത് വന്ന് നന്നായി, അല്ലെങ്കിൽ നമ്മളൊന്നും അറിയത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ അത് പോയോന്ന് പോലും അറിയാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയാതെ, അച്ഛൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ അത്, അതൊക്കെ ഗോവർദ്ധൻ അങ്കിള് എന്തിനും കൂടെ നിൽക്കുന്ന ആളാണെന്ന് കൃഷ്ണമോള് പറയാം. അപ്പോഴത്തേക്ക് അലീന ഓരോന്നൊക്കെ എടുക്കും. അപ്പോൾ എന്നാ ഉദ്ദേശമെന്ന് ചോദിച്ചു അലീനയോട് കൃഷ്ണ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ? വേണ്ട. അതെന്താ, ഇവിടെ ആർക്കും ഒന്നും കഴിക്കണ്ടേ? ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട ഈ ഒരു ദിവസം, അതിന് ഞാനും ബബിതേച്ചി ഉണ്ട് ഇവിടെ എന്ന് നമ്മുടെ കൃഷ്ണമോള് പറയാം. എടി മോളെ, ഞാനല്ലേ എന്നും ഇന്ന് വേണ്ടാന്നാ പറഞ്ഞത്. ചേച്ചി ഇവിടുന്ന് പോകാനിരിക്കുമല്ലേ? ആണോ? അതേന്ന് പറഞ്ഞു. എന്നാ പോയി പാക്ക് ചെയ്യോ കുളിക്കോ ഒരുങ്ങോ എന്താന്ന് വെച്ചപ്പോൾ ചെയ്യാൻ പറഞ്ഞു. കിച്ചണിൽ ചേച്ചിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് കൃഷ്ണ അലീനയോട് പറയാം. അപ്പം എല്ലാത്തിൽ നിന്നും അലീനയെ തള്ളി മാറ്റുക. അപ്പം എന്നെ ഒഴിവാക്കുവാണോ എന്ന് അലീന ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ആരിട്ടിട്ട് പോകണമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, അതൊന്നും ആരും പറയണ്ടെന്നും പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ ദേഷ്യത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ പറഞ്ഞത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അലീനയെ അവിടെ നിന്ന് നമ്മുടെ കൃഷ്ണ സങ്കടത്തോടെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആനന്ദം പോകാനിറങ്ങും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ ഇനി ഇങ്ങനൊരു യാത്ര വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സഹായത്തിന് ഞാനും കൂടെ വന്നേനെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഗോവർദ്ധൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സമാധാനമായിട്ട് പോയിട്ട് വന്നേ, സുനന്ദയെ ഞാൻ വിളിച്ചോളാമെന്ന് പറയട്ടോ. ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ടേക്ക് പോയി. ഇത് കഴിഞ്ഞ് നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. നോക്കുമ്പോൾ അലീനയ്ക്ക് കൊണ്ടുപോകാനുള്ള സാരി, ഓർണമെൻറ്റ്സ് ഒക്കെ അത് കണ്ടപ്പോൾ അലീന ഞെട്ടിപ്പോയി. പോകാൻ നിൽക്കുന്ന അലീനയ്ക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് കണ്ടപ്പോഴേ അത് കണ്ടപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അലീന അവിടെ നിന്ന് ഇങ്ങനെ കരയുക. എന്നിട്ട് തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. അങ്ങനെ തൻ്റെ മമ്മിയുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നു. തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുവാണ്. മമ്മിയെ നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീന മനസ്സുരുകുന്ന വേദനയോടുകൂടി നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച്
ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.